ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ പാവങ്ങൾ പൊരിവെയിലത്ത് കിടന്ന് ഇങ്ങനെ സമരം ചെയ്യുന്നത് ആ അവസരത്തിൽ തന്നെയാണ് ഇപ്പോൾ PSC ചെയർമാനും PSC അംഗങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ കൂട്ടിക്കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് ഞാൻ കാണിക്കാം. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും കഴിഞ്ഞ ദിവസം ചർച്ചയിൽ കണ്ട ഒരു ഭാഗം വളരെ അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നി. ഇത് കാണിക്കേണ്ടതാണെന്ന് തോന്നി. അതുകൊണ്ട് അത് ഞാനിവിടെ കാണിക്കുക. പറയില്ലേ കണ്ണി ചോരയുണ്ടോ ഇവർക്ക്? ഇവര് സ്ത്രീയാണോ വീണാ? 3-4 മാസമായില്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് ജീവിക്കണ്ടേ? ഞങ്ങൾ ജീവിക്കാനാ വേണ്ടിയാ ഈ പണിക്ക് ഇറങ്ങിയത്. എന്റെ വീടാണെങ്കിൽ പട്ടിണിയാണ്. ഞാൻ ഇവിടെ നിന്നെങ്കിലും കഞ്ഞി കുടിക്കുന്നുണ്ട്. എന്റെ ഒരു വരുമാനമേ ഉള്ളൂ എന്റെ വീട്ടിന്. കടം മേടിക്കാൻ പോലും ഞങ്ങൾക്ക് ആരും പൈസ തരത്തില്ല. മന്ത്രിയുടെ അവാർഡ് മേടിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ആദരവ് കൊണ്ട് മാത്രം ഞങ്ങളുടെ വയറ്റിലോട്ട് പോകത്തില്ല സാറേ. ഞങ്ങൾക്ക് ആഹാരം കഴിക്കാം. ഇരുട്ട വെളുക്ക കിടന്ന് ഞങ്ങൾ ഈ ഫീൽഡിൽ കിടന്ന് വർക്ക് ചെയ്തോണം. ഞങ്ങൾക്ക് ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര രാഷ്ട്രീയമാണ്. 3 മാസം കൊണ്ട് ഞങ്ങൾക്ക് യാത്രാ ചെലവുകളല്ലേ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഞങ്ങൾ എങ്ങനെ ജീവിക്കും? വെറും ഈ 7000 രൂപ ഉണ്ട്. 1 കിലോ അരി വേണമെങ്കിൽ 65 രൂപ കൊടുക്കും. ഞങ്ങളെ ആരും പ്രേരിപ്പിച്ചിട്ടല്ല ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ കഷ്ടത മൂലം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതാണ്. ജപ്തി നോട്ടീസ് നേരിടുന്ന ആശമാരുണ്ട്. അവർക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർ പറഞ്ഞത് ഞങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ച് ഞങ്ങൾ ഒരാളിന്റെ ജീവൻ കൊടുത്തായിരുന്നാലും ഞങ്ങളെ സമരം വിജയിപ്പിക്കുമെന്നാണ് ഇവിടെയുള്ള ആശമാർ പറഞ്ഞത്.